ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് മിൻഹൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലൂ വെയിലിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷം കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. പിന്നെ നമ്മുടെ എൻട്രൻസ് വന്നിട്ട് ഒരു കേവ് മോഡലാണ് കേട്ടോ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നല്ല രസമുണ്ട് അവിടെ കൂടെ പോവാൻ. പിന്നെ നമ്മുടെ കേവ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് പിന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവുക. പിന്നെ അവിടെ ഒരുപാട് ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ സ്വിമ്മിങ് പൂളുണ്ട്. പിന്നെ കഫേ മോഡലാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി സർപ്രൈസ് ആയിട്ട് ഒരു സ്റ്റേജ് ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്നേക്ക്, ഫ്രോഗ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇവിടെ എന്തായാലും ഫാമിലിയോടൊപ്പം വരിക, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ അവിടെ എല്ലാതും ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ടിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കഫേ പോലത്തെ ആ ഒരു ഏരിയയിലാണ് കേട്ടോ കട്ട് ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് പേരൊന്നുമില്ല, നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിനാൽ തന്നെ നമ്മൾ സ്റ്റേജിൽ വെച്ചിട്ടൊന്നുമല്ല കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കേക്ക്. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് തീമിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ പിന്നെ അതിലേക്ക് ഡെക്കറേറ്റ് ആക്കി വെക്കാനുള്ള സംഭവങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ടിങ് ചെയ്തിരുന്നത്. പിന്നെ അതിമേൽ മിൻഹ എന്നൊന്നല്ല കേട്ടോ പേര് കൊടുത്തിരുന്നത്, ചാച്ചു എന്നാണ്. അവളെ വീട്ടിൽ വിളിക്കൽ ചാച്ചു എന്നാണ് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ നമ്മൾ കേക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നു കേട്ടോ.
അങ്ങനെ കേക്കൊക്കെ എല്ലാവർക്കും കൊണ്ടുപോയതിന് ശേഷം പിന്നെ നമ്മൾ സ്വിമ്മിങ് പൂളിൽ കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ ചെറിയ സ്വിമ്മിങ് പൂളിൽ എടുക്കുകയാണെങ്കിൽ 50 രൂപയും പിന്നെ വലിയ സ്വിമ്മിങ് പൂളിൽ എടുക്കുകയാണെങ്കിൽ 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. ഇത് 1 hour നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാവുന്നതാണ്. മിൻഹ, സോയി, ഇഷ ഒക്കെ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കളിക്കണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും നല്ല എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ നൈറ്റിലെ വിശേഷങ്ങളാണ്. ഞങ്ങൾ ഈവനിങ് ടൈം ആയിരുന്നു കേട്ടോ പോയിരുന്നത്. അപ്പോൾ പിന്നെ കേക്ക് കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലായിരുന്നല്ലോ ഇറങ്ങിയത്. അതിന് ശേഷം കുറച്ചവിടെ എൻജോയ് ചെയ്യുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഇരുട്ടായിട്ട് വന്നു. അപ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. അവിടെ ഏത് ടൈമിൽ പോവുകയാണെങ്കിലും നല്ലപോലെ എൻജോയ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ രാത്രി ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്യുമ്പോഴായിരുന്നു നല്ലൊരു മഴ പെയ്തിരുന്നത്. അപ്പോൾ അതിനേക്കാളും എൻജോയ് ചെയ്തു കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് കേട്ടോ പോയിരുന്നത്. ഇഷക്കും മിൻഹക്കൊക്കെ അവിടെ കളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത്. അപ്പോഴും നല്ല മഴ പെയ്യുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ വീഡിയോൻ്റെ അടുക്ക് പലതും പറഞ്ഞിരുന്നു. അവിടെ ഇഷയും മിനയും മറ്റേ ആ റൈഡ് പോലത്തെ സംഭവത്തിലൊക്കെ കളിക്കുന്നു. പിന്നെ ജിഷ്ണി അവിടെ ഊഞ്ഞാലാടുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഗൈസ് ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് മഴ കാരണം സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഗൈസ് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്ക് ബൈ ബൈ. പിന്നെ നമ്മളിന്ന് ബർത്ത്ഡേക്ക് എടുത്ത പിക്സൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും നോക്കിയിട്ടൊന്ന് പോവാട്ടോ.